സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ് എന്താണ്, SDLC സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്താണ്, ഓരോ സൈക്കിളിലും എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് വേണം, ഓരോ സൈക്കിളിലും ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഒരു ഡെവലപ്പർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങളൊരു കോഡ് എഴുതുമ്പോൾ ആ കോഡിനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. സിംപ്ലി ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് തന്നെ പലർക്കും അറിയില്ല. ഒരു പ്രോജക്റ്റ് എഴുതുന്ന സമയത്ത് ഒരു പ്രോജക്റ്റിനകത്ത് വരുന്ന ക്ലാസ് നെയിം അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം, ഇവൻ അതിനൊരു നെയിം പോലും പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ അറിയാത്ത ഡെവലപ്പേഴ്സ് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ഒരു ബേസ് കിട്ടാതെ, കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ സത്യത്തിൽ പഠിച്ചെടുക്കാൻ ഒരു 1-2 മിനിറ്റ് മതി. കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഓരോ ലാംഗ്വേജിലും ഉണ്ട്. പക്ഷെ ഇത് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കാതെ AI ടൂൾസിന്റെ സപ്പോർട്ടിലോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് ടോപ്പിക്സ് നമ്മൾ ക്യാപ്സ്യൂൾ ആയിട്ട് പഠിച്ചു വെച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്ത് പോകുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കരിയറിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടാതെ വരിക, മറ്റൊരു നല്ല കമ്പനിയിലേക്ക്. ഇപ്പൊ ആദ്യത്തെ 1-2 വർഷമൊക്കെ ഒരു കമ്പനി നമുക്ക് ജോലി കിട്ടും. പക്ഷെ ഇതിനപ്പുറം നമുക്കൊരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആമസോൺ പോലത്തെ ഒരു കമ്പനി എന്ന് വിചാരിക്കും. അവിടെ ആമസോണിൽ കയറണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പനിയിൽ കയറണമെങ്കിൽ അവർക്ക് ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.